എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികൾ. എം.ടി. വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരായിരുന്നു. അദ്ദേഹം കണ്ടു പരിചയിച്ചവരായിരുന്നു. അദ്ദേഹത്തിന്റെ ചില നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെയേറെ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെയൊക്കെ തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. മധു, തന്റെ ചുറ്റുമുള്ളവരെ കഥാപാത്രങ്ങളാക്കി ജീവിതത്തിന്റെ നേർരേഖ വരച്ചു കാട്ടിയിരുന്നു എം.ടി. വാസുദേവൻ നായർ. തീർച്ചയായും അത് ഞാൻ ഇന്നലെയും പറഞ്ഞു. എം ടിയുടെ വാക്കുകൾ, എം ടിയുടെ കൃതികൾ, എം ടിയുടെ കഥാപാത്രങ്ങൾ, അവർ ഇതിലെ നടന്നുപോയി വലിയവർ, ഈ നാട്ടുവഴികളിലെല്ലാം നിലാവായി പടർന്നവർ എന്ന വിധത്തിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന തലമുറയെ, തനിയുടെ പൂർവ്വസൂരികളെ ഒക്കെ എം ടി തന്റെ കഥാപാത്രങ്ങളിലേക്ക് ആവാഹിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഒരു കാലഘട്ടത്തിന്റെ, എം ടി പിറക്കുന്നത് കൂടല്ലൂരിലാണ്, തൂതപ്പുഴ നിളയുമായി ചേരുന്ന ഊരാണത്. ആ സംഗമേശ സന്നിധിയായി അത് മാറുമ്പോൾ അന്നത്തെ കേരളം, ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കേരളം എന്നത് ഒരുപക്ഷെ 90-ന് ശേഷമുള്ള മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്തത്ര മറ്റൊരു കേരളമായിരുന്നു. മണ്ണ്, പച്ചപ്പ്, ജലം ഒക്കെ നിറഞ്ഞൊഴുകിയിരുന്ന ഒരു നിളാനദി ഉണ്ടായിരുന്നു അന്ന്. പാടത്ത്, തോട്ടിലൊക്കെ മാനത്ത് കണ്ണികൾ നിറഞ്ഞിരുന്ന പാടങ്ങളുണ്ടായിരുന്നു. എം ടി ഇപ്പോൾ ഭാഷാപ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ എന്റെ ജലം, എന്നെ തണുപ്പിച്ച കുളിർ ജലം, ഞാൻ ശ്വസിച്ച വായു, ഞാൻ കടന്നു പോന്ന വഴികൾ, അതെല്ലാം മറ്റൊന്നായിരുന്നു. ആ കാലത്ത് നിന്നുകൊണ്ടാണ് എം ടി സംസാരിച്ചത്. ആ കാലത്ത് ജീവിച്ച മനുഷ്യർ ഇന്നത്തെ മനുഷ്യരുമായി, കാലവുമായി താരതമ്യപ്പെടുത്താനേ പറ്റില്ല. കാലത്തിൽ തന്നെ മാധവൻ മാമ കുളിക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി പറയുന്ന വാക്കുകൾ നോക്കൂ. ഈ വാക്കുകളൊന്നും ഒരുപക്ഷെ ഇപ്പോൾ പറയുമ്പോൾ ഇനി കേൾക്കുന്നവർക്ക് എത്രത്തോളം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൈവിരിയിൽ തട്ടാതിരിക്കാൻ 2 പലക വച്ച കൊക്കർണിയുടെ നടുവിലേക്ക് കടന്നു ചെന്ന് 16 മാറ് കയറുകൊണ്ട് ചുറ്റി തേക്ക് കൊട്ട കോരിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വാക്കുകളൊന്നും ഇന്നത്തെ പ്രയോഗത്തിലില്ല. പക്ഷേ അന്ന് ആ തേക്കുകൊട്ടയിൽ കോരിയെടുത്ത വെള്ളം ഒരു കൃഷിയുടെ ചാലകമായിരുന്നു, അന്നത്തെ കൃഷിയുടെ ഊർജമായിരുന്നു. അത് ഒരു കാലത്തിന്റെ സജീവമായ ഗ്രാമ സാന്നിധ്യമായിരുന്നു. അത് ഒരു പ്രദേശത്തിന്റെ പച്ചപ്പായിരുന്നു, സമ്പത്തായിരുന്നു. ആ കാലമേ ഇപ്പോഴില്ല. കറിക്ക് അരിയുന്ന കറിക്കലം കഴുകുന്ന കല്ലിനപ്പുറത്തേക്ക് ഓമത്തയ്യന്റെ നിഴൽ കടന്നു പോകുമ്പോഴാണ് അപ്പുണ്ണിയേട്ടൻ കടന്നു പോകുന്നത് എന്ന് മാളു നാലുകെട്ടിൽ പറയുമ്പോൾ അവിടെ പിറക്കുന്നത് ക്ലോക്കിന് മുമ്പുള്ള സൗരഘടികാരത്തിന്റെ ഒരു വലിയ കാലമാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചരിത്രം കൂടി പറഞ്ഞു വെക്കുന്ന എഴുത്തുകളായിരുന്നു. നമ്മളെയൊക്കെ ഓരോന്നും ഒരു തറവാടിന്റെ ഇടനാഴികളിലെ ഇരുട്ടും സന്ധ്യയുടെ ഭംഗിയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്ന വരികളായിരുന്നു നാലുകെട്ടിലേത്. അതൊക്കെ എത്രയധികം ഒരു കൗമാരകാലത്തിനെ പിടിച്ചുലയ്ക്കുകയോ അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്ത എഴുത്തുകളായിരുന്നു.